നിങ്ങൾ എന്ത് ചിന്തിക്കും? അതിനെല്ലാം അപ്പുറത്താണ് അയാൾ. ഇത് പറയുന്നത് കിലിയൻ എംബാപ്പെ എന്ന ഫ്രാൻസിന്റെ ഏറ്റവും മികച്ച ഫുട്ബോളറെ കുറിച്ചാണ്. ഓരോ മത്സരങ്ങളിലും അയാൾ കുറിക്കുന്നത് പുതിയ റെക്കോർഡുകളാണ്. മെസ്സിയും റൊണാൾഡോയും എല്ലാം ഫുട്ബോൾ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന കാലത്ത് അയാളുടെ കരിയർ തുടങ്ങിയിട്ട് പോലുമില്ലായിരുന്നു. അതെ, ബോണ്ടിയിലെ തന്റെ തെരുവുകളിലെ ആ കുഞ്ഞൻ മുറിയിൽ റൊണാൾഡോയുടെ ഫോട്ടോ പതിപ്പിച്ച ചിത്രവുമായി നിൽക്കുന്ന പയ്യനാണ് ഇന്ന് അതേ ഇതിഹാസങ്ങൾ കളിക്കുന്ന ലോകകപ്പിൽ നേട്ടങ്ങളുടെ കൊടുമുടികൾ കയറുന്നത്. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, അയാൾ കളിച്ചത് 3 ലോകകപ്പുകളിലായിരുന്നു. റഷ്യൻ ലോകകപ്പിലായിരുന്നു ഫ്രാൻസിന് വേണ്ടി അയാളുടെ അരങ്ങേറ്റം. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ഫുട്ബോൾ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന നീക്കങ്ങളുമായി ഫ്രാൻസിന്റെ ആക്രമണങ്ങളുടെ കുന്തുമുനയാണ് ഈ 27-കാരൻ പയ്യൻ. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്നലെ അയാൾ കുറിച്ചത് പുതിയൊരു റെക്കോർഡായിരുന്നു. സ്വീഡനെതിരെ റൗണ്ട് ഓഫ് 32-ൽ ഇരട്ട ഗോൾ നേടിയതോടെ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന ഗോൾ നേട്ടം ഇനി അയാൾക്ക് സ്വന്തമാണ്. 10 ഗോളുകളുമായി ബ്രസീലിയൻ ഇതിഹാസങ്ങളായ റൊണാൾഡോ നസാരിയോയെയും ലിയോണിഡാസിനെയുമാണ് അയാൾ പിന്നിലാക്കിയത്. ലോകകപ്പിൽ മൊത്തം ഗോളുകളുടെ എണ്ണം 18-ൽ എത്തിച്ച അയാൾ ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡാണ് അയാൾ മറികടന്നത്. ഈ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ടിലേക്കുള്ള യാത്രയിൽ അയാൾ നിലവിൽ 6 ഗോളുമായി മെസ്സിക്കൊപ്പമാണ്. മെസ്സി ഇതുവരെ ലോകകപ്പിൽ അടിച്ചത് 19 ഗോളുകൾ, എംബാപ്പയ്ക്ക് 18 ഗോളും. ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാവാൻ ഇനി അയാൾക്ക് ദൂരങ്ങൾ കുറവാണ്. ഒരൊറ്റ മത്സരത്തിൽ അയാളുടെ പേരിൽ പിറന്നതെല്ലാം നിരവധി റെക്കോർഡുകളാണ്. മത്സരശേഷം ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മത്സരത്തിന് മുമ്പ് അയാൾ റെക്കോർഡുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ മികച്ച കളി പുറത്തെടുക്കാനുള്ള അവസരങ്ങളെ കുറിച്ചാണ് അയാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നായിരുന്നു ദിദിയർ ദശാംസിന്റെ വാക്കുകൾ. അതെ, അയാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ണു തുറന്നു കാണുക, ഇനിയും അയാളുടെ ബൂട്ടുകളിൽ നിന്ന് അത്ഭുതങ്ങൾ പിറക്കും.